ഹലോ, ഞങ്ങൾ എല്ലാവരും ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നത് ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. തായ്ലൻഡിലേക്കാണ്. ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു ട്രിപ്പാണ്. ഒരു 5-6 മാസമായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴാണ് അതിനുള്ള അവസരങ്ങളൊക്കെ ഒത്തത്. എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ദിവ്യ, പാറു എല്ലാരും എന്നിട്ട് കണ്ണാടി നോക്കിയൊക്കെയാണ് കേട്ടോ. ഹായ്. പാറുവിന്റെ ഈ ഷൂസ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച. മിയയുടെ ഷൂസും ഫ്ലിപ്കാർട്ടിൽ നിന്ന്. എന്റെ ഷൂസ് അല്ല കേട്ടോ. ഇതിന്റെയൊക്കെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്തേക്കാം. ഭയങ്കര വിലക്കുറവാണ്, അടിപൊളി സാധനമാണ് കേട്ടോ, നല്ല ക്വാളിറ്റിയാണ്. അപ്പൊ റെഡി ആയിട്ടുണ്ട്. 5 മണിക്കാണ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നത്. ഇപ്പൊ സമയം 4 ആയിട്ടുണ്ട്. അങ്ങനൊന്നും പറയാതെ അതൊന്നും നമുക്കറിയത്തില്ല കേട്ടോ. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ എന്താ ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം മുന്നോട്ട് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അപ്പൊ എന്തായാലും നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പൊ ഞാൻ കാണുന്നത് എനിക്ക് വ്യത്യസ്തമായിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലൂടെ കാണിക്കാം. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. മതി ഓക്കെ. ഇനി നമ്മുടെ ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് പറയാം. 5 ഡേയ്സും 4 നൈറ്റ്സും വരുന്ന ഒരു ബാങ്കോക്ക് പട്ടായ ടൂർ പാക്കേജാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മളുടെ കൂടെ 3 ഫാമിലിയാണ് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളെല്ലാം റെഡി ആയിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോകണം. അതിനായിട്ട് ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഊബറിന് ഏകദേശം വരുന്നത് 900 റുപ്പീസാണ്. അത് തിരക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൂടുകയും കുറയുകയൊക്കെ ചെയ്യാം. അപ്പോൾ തമ്മനത്ത് എല്ലാവരും വെയിറ്റിങ്ങിലായിരുന്നു. അവർ വേറൊരു വണ്ടി വിളിച്ചിട്ടാണ് വരുന്നത്. പിന്നെ 5 ദിവസം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രസ്സ് നമുക്ക് എടുക്കേണ്ടി വരും. നമ്മൾ 4 പേരുണ്ടല്ലോ, അത് കഴുകി ഉണക്കി ഉപയോഗിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് അത്രയും ദിവസത്തിനുള്ളതും പിന്നെ എക്സ്ട്രാ 2 ജോഡിയും കൂടാണ് കൊണ്ടുപോകുന്നത്. ഇന്ന് ആലുവ ഭാഗത്ത് നല്ല ബ്ലോക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് വണ്ടിയൊക്കെ തിരിച്ചു വിടുമെന്ന് പത്രത്തിൽ വായിച്ചതുകൊണ്ട് കുറച്ച് നേരത്തെ ഞങ്ങൾ പുറപ്പെട്ടിരുന്നു. പക്ഷേ അതിൻ്റെ ആവശ്യമില്ലായിരുന്നെന്ന് തോന്നുന്നു. നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ എത്തിയിട്ടുണ്ട്. അങ്ങനെ എയർപോർട്ട് എത്തി. ഞാനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നത്. ഞാനും പിള്ളേരും അത് തന്നെ. പിന്നെ എൻ്റെ ഒരു പാസ്പോർട്ട് 10 വർഷം മുമ്പ് എടുത്തത് എക്സ്പയർ ആയി. ഇത് 2ാമത്തെ പാസ്പോർട്ടാണ്. അപ്പം ഇതിന് യോഗം ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരു ആലോചനയിലുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ്. ഞാൻ ഈ എയർപോർട്ടിൽ ഒരു 10-20 വട്ടം വന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇതിനകത്ത് കയറാൻ പറ്റിയില്ല. അങ്ങനെ ആദ്യമായിട്ട് എയർപോർട്ടിനകത്തുനിന്ന് ഒരു ചായ കുടിച്ചുകൊണ്ട് കയറാമെന്ന് കരുതി. പിന്നെ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇപ്പോഴും വന്നാണ് ചായയുടെ റേറ്റും അതുപോലെ സ്നാക്സിൻ്റെ റേറ്റും ഒക്കെ ഇവിടെ കാണുന്നത്. ഹസ്ബൻഡിൻ്റെ ചേട്ടനും ഫാമിലിയും ഖത്തറിലായതുകൊണ്ട് തന്നെ അവരെ യാത്രയക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ തവണ ഇവിടെ വന്നത്. എന്നിട്ട് വളരെ വിഷമത്തോടാണ് നമ്മൾ പിള്ളേരെയൊക്കെ വിട്ടിട്ട് തിരിച്ച് വീട്ടിൽ പോകുന്നത്. ഞാൻ എൻ്റെ മൈക്ക് എടുക്കണോ? വേണ്ട. ഞങ്ങളങ്ങനെ എയർപോർട്ടിലെത്തി. ഈ കാണുന്ന കക്ഷികളൊക്കെ ഉണ്ട് ഞങ്ങളിവിടെ പോകാനായിട്ട്. ഞാൻ എല്ലാവരും ഒന്ന് കാണിച്ചു തരാം. എടാ, അമ്മയാണെങ്കിൽ പോകാനായിട്ട് മുടിയൊക്കെ വെട്ടി. മുടി ഒന്ന് അടിച്ചിട്ട് കാണിച്ചേ. ഭയങ്കര സ്റ്റൈലായിട്ടുണ്ട്. എക്സ്പീരിയൻസ്. എക്സൈറ്റഡ്. പിന്നൊന്നും പറയാൻ തോന്നുന്നില്ല. ഇനി അതിൻ്റെ അകത്തോട്ട് കയറിയാൽ മതി. ഫ്ലൈറ്റ് കയറിയിരുന്നാലേ സമാധാനമാകത്തുള്ളൂ അല്ലേ? അവിടെ പിള്ളേർ കണ്ട് ഇൻ്റർവ്യൂ എടുക്കുന്ന മിയയും പാറുമൊക്കെ എല്ലാവരും ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആണ്. ഹലോ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇവരിവിടെ പാക്കിങ്ങിൻ്റെ മാറ്റമാണ്. ഒന്നും പറയാനില്ല. പോയി വന്നിട്ട് പറയാം. എല്ലാവരും വീട്ടിൽ നിന്ന് വെയിറ്റ് ഒക്കെ ബാഗിൻ്റെ നോക്കി ക്ലിയർ ആയിട്ടാണ് വന്നതെങ്കിലും ഇവിടെ വന്നപ്പം എന്തൊക്കെയോ എക്സ്ട്രാ സാധനങ്ങൾ തിരികെ കയറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്യാമെന്ന് കരുതി ബാഗിൻ്റെ വെയിറ്റ് നോക്കുകയാണ്. ഈ ഒരു ഐറ്റം ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. നമ്മളിങ്ങനെ യാത്രയൊക്കെ പോകാൻ നേരത്ത് നമുക്ക് കൊണ്ടു കിടന്ന് എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വെയിറ്റ് ഒക്കെ നോക്കി തീർക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കേട്ടോ. യൂസ്ഫുള്ളാണ്, വിലയും കുറവാണ്. ഇതിനെ ഞാൻ എന്തായാലും ടാഗ് ചെയ്തേക്കാം. ഇവിടെ വന്നപ്പോൾ പിള്ളേർ ഭയങ്കര റീലെടുപ്പൊക്കെയാണ്. ഞങ്ങളും എടുക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ പതിയെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കപ്പി കയറുന്നതും കപ്പി നിറക്കി വിടുന്നതും അതുപോലെ കാലെടുത്ത് ഇപ്പുറത്ത് വെക്കുന്നതും അങ്ങനെ കുറേയേറെ ഞങ്ങൾ ചെയ്തു നോക്കി. അവസാനം എന്തൊക്കെയോ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതിനോടൊപ്പം തന്നെ ഫ്ലൈറ്റിൽ ആദ്യമായിട്ട് കയറുന്നതിൻ്റെ പേടി നന്നായിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ഈ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് ഒരു പക്ഷേ നാളെ ചിലപ്പോൾ എനിക്കൊരു 10-60 വയസ്സ് വരെ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇതൊക്കെ കാണുമ്പം നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവുമല്ലോ. അതൊക്കെ കരുതിയാണ് ഞാനിത് ഒക്കെ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മളുടെ ചെക്ക് ഇൻ കഴിഞ്ഞു. അതുപോലെ എമിഗ്രേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ അകത്ത് കയറി. അപ്പോഴാണ് ഇവിടെ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പ് കണ്ടത്. ഞാൻ ഇതൊക്കെ റീലിലും അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. അതിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ആൾക്കാർ കുപ്പി വാങ്ങുന്നതാണ്. അപ്പോൾ അതിൻ്റെ വില ഏകദേശം എത്രയൊക്കെയാണെന്ന് നമ്മളിതിൽ കണ്ടിട്ടുണ്ടോ അറിയാം. പക്ഷേ ചോക്ലേറ്റിൻ്റെ വില അതെന്നെ ഞെട്ടിച്ച് കളഞ്ഞു. ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കണം. 3 മണിക്കൂർ എന്നുള്ളതിന് മുമ്പ് ഞങ്ങളൊരു 4 മണിക്കൂർ മുമ്പേ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ എയർപോർട്ടിലെ ഭക്ഷണത്തിന് വേണ്ടി ഇത്രയും വെയിറ്റ് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ?
ബർഗർ വേണ്ടവരൊക്കെ ബർഗർ എടുക്കുക. ഇതെല്ലാം സെയിം ബർഗർ അല്ലേ? ഒരു ഫ്രൈസ് കഴിച്ചു. ആദ്യം അവിടെ ക്ലീൻ ചെയ്തില്ല. അവിടെ ക്ലീൻ ചെയ്തിട്ടില്ല. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഗേറ്റിൻ്റെ അവിടെ വന്നിരിക്കുകയാണ്. അന്നി വന്നിട്ടുണ്ട്. സുന്ദരിയല്ലേ കാണാനായിട്ട്. ഇനി ഫ്ലൈറ്റ് കയറണം. സമയം 10:10 ഇത്രയും പിള്ളേരുണ്ട്. കുഞ്ഞിക്ക് അങ്ങ് 4 ഉണ്ട്. 4 Sri Parvati Subhash. And there's മോൻ്റെ തന്നെ ആക്ച്വലി. എല്ലാവരും വരുന്നുണ്ട്. എന്തോരം പ്രോസസ്സായിരുന്നു ഈ ഫ്ലൈറ്റ് അല്ലേ? അവനല്ലേ ഓടുന്ന പെട്ടിക്ക് കുറെ കാലത്തെ ഒരു ആഗ്രഹമാണ് എൻ്റെ ആദ്യത്തെ. പറയും ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര. സത്യസന്ധമായിട്ട് പറയുന്നതിന് എന്താ പ്രശ്നമല്ലേ? നമ്മൾ ചാടാതെ ഫ്ലൈറ്റിൻ്റെ വലിപ്പം കണ്ട് ഞെട്ടിയിരിക്കുക ഞാനിവിടെ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു ഫ്ലൈറ്റിന് ഇത്രയും വലിപ്പം കാണുമെന്ന്. പിന്നെ ഇത് പറക്കുമ്പോൾ ഉള്ള പേടി. ചവച്ചോണ്ടിരിക്കാം.